കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള സമ്പദ്ഘടനയുടെ തന്നെ നട്ടെല്ലായിട്ടുള്ള ഈ റബ്ബർ കൃഷിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും പിന്നെ അതിൻ്റെ സംസ്കരണം. കാരണം എപ്പോഴും നമ്മുടെ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളൊക്കെ കേരള സംസ്ഥാനത്തിന് പുറത്താണ്. അക്കാര്യത്തെക്കുറിച്ചും ജ്യേഷ്ഠത്തിൽ ചിന്തിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കാനും ഈ മേഖലയിൽ ശ്രദ്ധിക്കാനും കൂടുതൽ ശാസ്ത്രജ്ഞർ, പ്രത്യേകിച്ച് വനിതകൾ. സാർ, ഇപ്പൊ ഈ ഒരു സങ്കട വേളയില് ഞാൻ പെട്ടെന്ന് കണ്ടത് സാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതില് സാർ ആദ്യത്തെ വരി തന്നെ പറയുന്നത് അവഗണിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞ എന്നുള്ള തരത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? എൽത്തങ്കമ്മ ശരിക്കും പറഞ്ഞാൽ കേരളത്തില് ശാസ്ത്രരംഗത്ത് നിരവധി പേര് അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ അവഗണിക്കപ്പെട്ടു പോയ ഒരു വനിതയാണ്. ഒന്ന്, സ്ത്രീകൾ പൊതുവെ അവഗണിക്കപ്പെടാറുണ്ട്. അതിനു പുറമെ പരമ്പരാഗതമായ നമ്മുടെ ചില ധാരണകളെ തിരുത്തിക്കുറിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രകാരനോട് പൊതുവെ ശാസ്ത്രലോകം തന്നെ പുറംതിരിഞ്ഞു നിൽക്കും. പിന്നീടാണ് അവരുടെ കഴിവുകൾ കാലം അംഗീകരിക്കുന്നത്. ശാസ്ത്രത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കാലത്തിന് മുമ്പോട്ട് ചിന്തിച്ചവരാണ് അവർ. തന്നെ നമുക്കറിയാം, കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ ഒരു വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് റബ്ബർ. ആ റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് അവരൊരു പുതിയ ടാപ്പിംഗ് രീതി ആവിഷ്കരിച്ചു. ആ ടാപ്പിംഗ് രീതി ആവിഷ്കരിച്ച് അത് റബ്ബർ ബോർഡിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. അത് പരീക്ഷണാർത്ഥത്തിൽ അത് കൃഷി ചെയ്ത് നോക്കി. പക്ഷേ മൊത്തത്തിൽ ശാസ്ത്രലോകവും നിർഭാഗ്യവശാൽ റബ്ബർ ബോർഡും അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല. അത് പക്ഷേ അവർ നിരന്തരമായി അത് വീണ്ടും വീണ്ടും കേരള സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് കാസർഗോഡ് ചേർന്ന സയൻസ് കോൺഗ്രസ്സിൽ, ആ സയൻസ് കോൺഗ്രസ്സിലല്ല, കേരള സയൻസ് കോൺഗ്രസ്സിലെല്ലാം അവർ പങ്കെടുക്കും. കാരണം കേരളത്തിൽ ശാസ്ത്രജ്ഞരൊക്കെ വരുന്ന സമയമാണ്. അവിടെയെല്ലാം ഒരു പ്രത്യേക സ്റ്റോളിൽ ഈ വിവരം അവര് ശാസ്ത്രകാരന്മാരെയും ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ 80 വയസ്സ് കഴിഞ്ഞ് 88, 87 മരിക്കുന്നവരെ, അവസാന ശ്വാസം വരെ അവരെ ശാസ്ത്രരംഗത്ത് അവരുടെ പോകുന്നു. അത് മാത്രമായിരുന്നില്ല, കേരളത്തിലെ പിന്നെ പ്രത്യേകിച്ച് ഇപ്പം ചിക്കൻ ഗുനിയ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട രോഗമാണ്. അത് റബ്ബറുമായി പലരും ശ്രദ്ധിച്ചിട്ടില്ല. അതിനകത്തുള്ള ചിരട്ടയ്ക്കകത്താണ് ഈ ഈഡിസ് ഈജിപ്തി എന്ന കൊതുകളെ മുട്ട വീഞ്ഞു. അതിനെക്കുറിച്ച് കേരളീയർക്ക് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയ ഒരു സ്ത്രീയായിരുന്നു. ഈഡിസ് ഈജിപ്തി തന്നെയാണ് ഇപ്പോൾ സീക്ക വൈറസ് ഇൻഫെക്ഷൻ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുവഴി മഞ്ഞപ്പനി എന്ന് പറയുന്ന ഗുരുതരമായ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ കേരള സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ശാസ്ത്രജ്ഞയാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് അവരുടെ വിഷയത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ സംഭാവന ചെയ്യുകയും അതേ അവസ്ഥത്തിൽ സമൂഹത്തിൽ ശാസ്ത്രരംഗത്ത് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ഒരു വനിതയാണ്. എനിക്ക് പോലും ഒരു ശാസ്ത്ര പ്രചാരകൻ എന്നുള്ള നിലയിൽ എത്രത്തോളം അവർക്കൊരു പിന്തുണ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു ദുഃഖമുണ്ട് എനിക്ക്, സത്യം പറഞ്ഞാൽ. അപ്പോൾ അതാണ് അവരുടെയാണ് ജീവിതം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വെച്ച പല ശാസ്ത്ര സത്യങ്ങളും ഇനിയെങ്കിലും അവരുടെ മരണശേഷമെങ്കിലും അംഗീകരിക്കപ്പെടേണ്ടി. അങ്ങനെയാണ് പലരുടെയും കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. സാർ, അമ്മയുടെ ഈ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഈ നിഗമനങ്ങൾ അതൊക്കെ തന്നെ അംഗീകരിക്കപ്പെടാതെ പോയല്ലേ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നൊരു വീഴ്ചയാണോ? അല്ല, ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തിൽ ജോലി നോക്കിയിരുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിലാണ്. അതിനൊരു ഓട്ടോണമി ഉണ്ട്. ഓട്ടോണമസ് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ്. അപ്പം അതിലെ സർക്കാരുകൾക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. സർക്കാരുകൾ അവഗണിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല, റബ്ബറിനെ ആദ്യകാലം തൊട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക സഹായം നൽകാൻ വേണ്ടി സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. റബ്ബർ ബോർഡ് എന്നാണ് നമ്മൾ പറയുന്നെങ്കിൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. അപ്പം അതുകൊണ്ട് സർക്കാരെന്ന് ഞാൻ പറയത്തില്ല. പൊതുവെ ഈ ശാസ്ത്രരംഗത്തെ ആളുകളൊക്കെ അവഗണിക്കപ്പെടുന്നത് ഒന്ന് ഈ ഒരു ലിംഗസമത്വത്തിൻ്റെ ഒരു സ്ത്രീകളാകുമ്പോൾ ഉണ്ടാകുന്ന പൊതുവെ ഉണ്ടല്ലോ. പക്ഷെ അത് മാറി വരുന്നുണ്ട്. ശാസ്ത്രരംഗത്തൊക്കെ സ്ത്രീകളുടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. ആ സാർവദേശീയ രംഗത്താണെങ്കിലും ദേശീയ തലത്താണ്, കേരളത്തിലൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. സ്ത്രീയാണെന്നുള്ളതൊരു ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ പോലും ഒരു പ്രശ്നമാണ്. അവരെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, നമ്മുടെ ശാസ്ത്ര ലോകം വളരെ പുരോഗമനപരമെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ഉള്ള ഒരു വിമുഖത അവർക്കുണ്ട്.
സത്യത്തിൽ ശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെയുണ്ട് പ്രശ്നമുണ്ട്. ശാസ്ത്രത്തിന്റെ എല്ലാ ചരിത്രത്തിന്റെ ഏതെടുത്താലും ഞാൻ തന്നെ ഇപ്പോൾ ഒരു പുസ്തകം തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. ശാസ്ത്രരംഗത്ത്, വൈദ്യശാസ്ത്ര രംഗത്ത് ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും, അതിനെങ്ങനെ ശാസ്ത്ര രോഗം അതിനെതിരായി നിന്നു. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഹംഗേറിയൻ ഫിസിഷ്യനായിരുന്ന ഗൈനക്കോളജിസ്റ്റായിരുന്ന ഇഗ്നാസ് ഫിലിപ്പ് സെമ്മൽവീസ്, അങ്ങേരാണ് ഈ ഈ പ്രസവാനന്തര സ്ത്രീകൾ മരിക്കുന്നത് കണ്ടിട്ട് രോഗാണു കണ്ടെത്തിയിട്ടില്ല, രോഗാണു സംക്രമണം ഉണ്ടാണെന്ന് ഊഹിച്ച് കൈകൾ കഴുകണമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലടച്ച് പീഡിപ്പിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അതാണ് അപ്പം അങ്ങനെയുള്ള ചരിത്രമുണ്ട്. പക്ഷെ അതൊക്കെ മാറി വരുന്നുണ്ട്. ഇന്നിപ്പോൾ ശാസ്ത്രരംഗത്ത് ഇത്തരം കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രവണത വരുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ ജ്യേഷ്ഠത്തെ സംബന്ധിച്ചിടത്തോളം അതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ കുറെ കൂടെ ശ്രദ്ധിക്കപ്പെട്ടേനെ, അവരുടെ ശാസ്ത്രം പരീക്ഷിച്ചു നോക്കാനൊക്കെ കൂടുതൽ ആളുകൾ മുന്നോട്ട് വന്നേനെ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള സമ്പദ്ഘടനയുടെ തന്നെ നട്ടെല്ലായിട്ടുള്ള ഈ റബ്ബർ കൃഷിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ, പിന്നെ അതിൻ്റെ സംസ്കരണം. കാരണം എപ്പോഴും നമ്മുടെ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളൊക്കെ കേരള സംസ്ഥാനത്തിന് പുറത്താണ്. അക്കാര്യത്തെക്കുറിച്ചും ജ്യേഷ്ഠത്തിൽ ചിന്തിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കാനും ഈ മേഖലയിൽ ശ്രദ്ധിക്കാനും കൂടുതൽ ശാസ്ത്രജ്ഞർ, പ്രത്യേകിച്ച് വനിതകൾ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ ശാസ്ത്ര ലോകത്തേക്ക് മാത്രമല്ലല്ലോ, സാമൂഹികപരമായിട്ടും അമ്മയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്നും ശ്രദ്ധിക്കുന്നതാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇതിനടക്കം അതിശക്തമായിട്ട് നിന്ന ഒരു വ്യക്തി. ഈ പറയുന്നത് പോലെ സ്ത്രീകൾ എന്നുള്ള ഒരു പോയിന്റ് അപ്പോഴും അവിടെയുണ്ട്. ആ പ്രവർത്തനങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്? അല്ല, എന്ന് പറഞ്ഞാൽ അന്നൊരു ഒരു ഒരു സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. എൻ്റെ സഹോദരനുമായിട്ട് ജ്യേഷ്ഠത്തി കാണുന്നത് തന്നെ ചങ്ങനാശ്ശേരിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിക്കുന്നവരുടെ വീട്ടിൽ വെച്ചാണ്. എൻ്റെ സഹോദരൻ KB മുഹമ്മദ് അലിയും KGN നമ്പൂരിപ്പാടും കല്യാണകൃഷ്ണൻ നായരും 1957 ആദ്യത്തെ MLA കൂടായിരുന്നു. അപ്പോൾ ഇവരവരുടെ വീട്ടിൽ വെച്ചാണ് ഇത് രൂപീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. CJ സദാശിവൻ, ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പെങ്ങളുടെ മകളാണ് എൻ്റെ ജ്യേഷ്ഠത്തി. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് മറ്റ് പാർട്ടിക്കാർക്ക് ഇതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പൊതുവെ സമൂഹത്തിലെ അനീതികൾക്കെതിരായിട്ടും അസമത്വങ്ങൾക്കെതിരായിട്ടും ഒക്കെ ഒരു പോരാടാനുള്ള ഒരു പ്രവണത ചെറുപ്പകാലം തൊട്ട് തന്നെ ജ്യേഷ്ഠത്തിലുണ്ടായിരുന്നു. അപ്പം അതും പല കാര്യങ്ങൾ കാണുമ്പോൾ അവർ ഭരണരംഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ അവർ മടി കാണിച്ചിട്ടാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടി അല്ല, അതിൽ രാഷ്ട്രീയമായിട്ട് ഭിന്നത ഉണ്ടാകാം. ഉദാഹരണത്തിന് ഞാൻ CPI ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഭരണത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. അങ്ങനെ വരുമ്പം ചില അഭിപ്രായങ്ങളിലൂടെ അഭിപ്രായ വ്യത്യാസം തോന്നിയെന്ന് വരാം. പക്ഷെ അതൊന്നും ഒന്നാമത് ഞങ്ങൾ കുടുംബത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാറില്ല ഒരിക്കലും. കുടുംബ ബന്ധങ്ങളൊക്കെ അത് അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ. കാരണം എൻ്റെ കുടുംബത്തിലെ കോൺഗ്രസ്സുകാരുണ്ട്, CPMകാരുണ്ട്, CPIക്കാരുണ്ട്. ബ്രദർ തന്നെ CPIയിലായിരുന്നു. പാർട്ടി വളർന്നപ്പോൾ CPIയിലായിരുന്നു ബ്രദർ. ഞങ്ങളെ സഹോദരങ്ങൾ ഒക്കെ CPMലേക്ക് പോയപ്പോൾ ബ്രദർ, പക്ഷെ അവസാന കാലത്ത് രണ്ട് പാർട്ടികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയം ഞങ്ങൾ പൊതുവെ അങ്ങനെ ചർച്ച ചെയ്യാറില്ല. പക്ഷെ എങ്കിലും അകലെ നിന്നുകൊണ്ട് ജ്യേഷ്ഠത്തെ നൽകിയ ഈ പോരാട്ടങ്ങളൊക്കെ ഞാൻ അങ്ങേയറ്റം എന്താ പറയുക, സന്തോഷത്തോടെയാണ് കണ്ടത്. മനസ്സിലായല്ലേ? കാരണം അവർ വന്ന ആ ഒരു പാത അതായിരുന്നു. പലർക്കും അത് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ പോരാടി ഭാഗികമായി വിജയിക്കുകയും ചിലയിടത്തൊക്കെ പിന്നോക്കം പോവുകയും ചെയ്യുന്ന ആളുകളുടെ ചരിത്രം തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ഒരു വിഷമമുണ്ട്. ഇന്നത്തെ പത്രത്തിൽ വരുന്ന കവറേജ് വലിയ പ്രാധാന്യമില്ലെങ്കിലും ഇതിനേക്കാൾ എത്രയോ അപ്രസക്തരായ ആളുകളൊക്കെയാണ് നമ്മൾ അല്ലേ അറിയുകയും ചെയ്യപ്പെടുന്നത്. അത്രത്തോളം ഒന്നും വന്നില്ല. ഇന്നലെ തന്നെ എനിക്ക് ഇത് അറിഞ്ഞപ്പോഴേക്കും ആ സമയത്ത് അപ്പം നമ്മുടെ മാനസികമായ ഒരു സംഘർഷമുള്ള സമയമാണല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ചില കാര്യങ്ങൾ വെച്ചാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിങ് നടത്തിയത്. കാരണം ജ്യേഷ്ഠത്തി ചെയ്ത ഒട്ടനവധി കാര്യങ്ങൾ എൻ്റെ തന്നെ ശ്രദ്ധയിൽപ്പെടാത്ത ഒത്തിരി കാര്യങ്ങളാണ്. ഞാനും വേറൊരു പല പാതയിലും അതിൻ്റെതായ തിരക്കിലുമായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് തപ്പിയെടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പക്ഷെ എല്ലാ കാലത്തും ജ്യേഷ്ഠത്തിക്ക് നല്ലൊരു പിന്തുണ കൊടുത്തിരുന്നു. കാര്യങ്ങൾക്ക് കൂടെ തന്നെ നിന്നായിരുന്നു.